ഡോണ്ട് വർക്ക് 24/7. നിരന്തര പ്രവർത്തനം വിജയമല്ല. ഇന്നത്തെ സമൂഹത്തിൽ തിരക്കുള്ളവരെയാണ് വിജയികളായി കണക്കാക്കുന്നത്. എനിക്ക് സമയം ഇല്ല എന്ന വാചകം ഒരു അഭിമാന പ്രകടനമായി മാറിയിരിക്കുന്നു. ഉറക്കം കുറച്ച്, വിശ്രമം മാറ്റിവെച്ച് എല്ലാ സമയവും ജോലി ചെയ്യുന്നവരെ നമ്മൾ മാതൃകകളാക്കി ഉയർത്തുന്നു. പക്ഷേ ഇത്രയും ജോലി ചെയ്തിട്ടും നാം കൂടുതൽ സന്തോഷവാന്മാരായോ, കൂടുതൽ പ്രൊഡക്റ്റീവായോ? ശരീരം ഒരു യന്ത്രമല്ല, മനസ്സ് അനന്തമായി പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനുമല്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ആദ്യം ഊർജം കുറയും, പിന്നെ ശ്രദ്ധ കുറയും, ഒടുവിൽ ഉത്സാഹവും പ്രൊഡക്ടിവിറ്റിയും ഇല്ലാതാകും. ബേൺ ഔട്ട് എന്ന അവസ്ഥ ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, ചെറിയ അവഗണനകളുടെ കൂട്ടിച്ചേർക്കലാണ്. ഇന്ന് വിശ്രമിക്കേണ്ട, ഇത് തീർന്നാൽ ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ക്ഷീണിപ്പിക്കുന്നു. വിശ്രമം ഉള്ളപ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തമായിരിക്കും, പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും, ആശയങ്ങൾ സ്വാഭാവികമായി ഒഴുകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഇടവേള എടുത്താൽ നീണ്ട സമയത്തെ കുഴപ്പം ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. പലരും വിശ്രമത്തെ അലസതയായി തെറ്റിദ്ധരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് കുറ്റബോധമുണ്ടാക്കുന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു. പക്ഷേ വിശ്രമം പ്രവർത്തനത്തിന് വിരുദ്ധമല്ല, അത് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ശരിയായ സമയത്ത് വിശ്രമിക്കുന്ന ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫലപ്രദമായിരിക്കും. വിശ്രമമില്ലാത്ത പരിശ്രമം ദീർഘകാലം നിലനിൽക്കില്ല. ജീവിതം ജോലി മാത്രമല്ല, ബന്ധങ്ങൾ, ആരോഗ്യം, വ്യക്തിഗത താൽപ്പര്യങ്ങൾ ഇവയെല്ലാം അവഗണിച്ചാൽ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടും. ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബാലൻസ് എന്ന വാക്കിന്റെ പ്രാധാന്യമാണ്. എല്ലാത്തിനും സമയം നൽകാൻ കഴിയില്ല, പക്ഷേ പ്രധാന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജോലി മാത്രം ചെയ്യുന്നതും വിജയമല്ല. മികച്ച ആശയങ്ങൾ പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്തല്ല, വിശ്രമിക്കുന്ന സമയത്താണ് വരുന്നത്. നടക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ശാന്തമായിരിക്കുമ്പോൾ, മനസ്സ് സ്വതന്ത്രമായിരിക്കുമ്പോൾ സൃഷ്ടിപരത ഉണരും. നിങ്ങളുടെ മനസ്സിന് ശ്വാസമെടുക്കാൻ സമയം കൊടുക്കുക. ദീർഘകാലം നിലനിൽക്കുന്ന വിജയത്തിന് എൻഡ്യൂറൻസ് വേണം. അതിന് ശരിയായ ഊർജ നിർവഹണം അനിവാര്യമാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ എത്ര സമയം ജോലി ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഗുണമേന്മയിലാണ്. വിശ്രമം അനുവദിക്കുക, ജീവിതം അനുഭവിക്കുക. നമ്മൾ അനുവദിക്കുന്ന സമയത്ത് മുഴുവൻ ശ്രദ്ധയോടെ ജോലി ചെയ്യുക. അതാണ് സുസ്ഥിരമായ വിജയം.